തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ ശബരിമലയിൽ പ്രത്യേക സുരക്ഷ. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് ഈ തീരുമാനം. ബറ്റാലിയൻ AIG അരുൾ B കൃഷ്ണയ്ക്കാണ് സന്നിധാനത്തെ സുരക്ഷാ ചുമതല. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, രാഷ്ട്രപതിയുടെ സന്ദർശനം ആ ദിവസങ്ങളിൽ പ്രത്യേക നിയന്ത്രണം ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ കൂടുതൽ സുരക്ഷ? അതിനപ്പുറത്തേക്ക് സമീപ ദിവസങ്ങളിലെ നടക്കുന്ന ചർച്ചകളുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? വിവാദങ്ങളുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? വിജയകുമാർ, ശബരിമലയിലെ സ്വർണ്ണമോഷണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം, വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഏതെങ്കിലും തരത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിൽ പ്രത്യേക സുരക്ഷ മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും അടക്കം വിന്യസിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ സന്ദർശനം ഇക്കാര്യത്തിൽ ഒരു കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പ്രവേശനം പൂർണ്ണമായും പോലീസ് ബാൻ ചെയ്തിട്ടുള്ളതാണ്. ബറ്റാലിയൻ AIG അരുൾ B കൃഷ്ണയ്ക്കാണ് സന്നിധാനത്തിന്റെ പ്രത്യേക ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന് പമ്പയിലെ സുരക്ഷാ ചുമതലയും നൽകിയിട്ടുണ്ട്. കെപ്ക അസിസ്റ്റന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫിനാണ് നിലയ്ക്കലെ ചുമതല. ഈ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പമ്പയോ അതുപോലെ തന്നെ ശബരിമല ഭാഗങ്ങളോ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാമജപ ഘോഷത്തിലടക്കമുള്ള സാധ്യതകൾ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് കൂടുതൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ ഇപ്പോൾ വിന്യസിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക കൂടി ഇപ്പോൾ അതത് ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, യെസ്, രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് ഈ സുരക്ഷ എന്ന് പറയുന്നുവെങ്കിലും സമീപ ദിവസങ്ങളിലെ വിവാദങ്ങളുമായി അതിന് ബന്ധമുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് നൽകുന്ന വിവരം. കൊല്ലത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.